നല്ല മൂർച്ചയുള്ള വെട്ടുകത്തി ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ? എന്നാൽ എടുത്തോളൂ കേട്ടോ, ഒരു പണിയുണ്ട്. പേടിക്കൊന്നും വേണ്ട. നമ്മളിന്ന് പെരുന്നാൾ സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പി ചെയ്യാൻ പോവുകയാണേ. അതിനായിട്ട് ചിക്കൻ വേണം. ബോൺലെസ് ആയ ചിക്കനാണേ. ഇനി വെട്ടുകത്തി എന്തിനാണെന്നല്ലേ, കണ്ടോളൂ. കണ്ടില്ലേ എല്ലാവരും? ആ ചിക്കൻ്റെ ഓരോ പീസും നമ്മൾ വെട്ടുകത്തി വെച്ച് ഇങ്ങനെ നന്നായിട്ട് കൊത്തി കൊത്തി കൊടുക്കുക. അപ്പോൾ അത് നല്ല ചെറിയ ചെറിയ പീസായിട്ട് വരും. പേസ്റ്റ് പോലെയൊന്നും ആക്കണ്ട, നല്ല പോലെ ചെറുതായിട്ട് കൊത്തി കൊടുത്താൽ മതി. അപ്പം നമുക്കിങ്ങനെ കുറച്ച് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, മാത്രമല്ല മസാലയൊക്കെ പിടിക്കാൻ വളരെ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പാകത്തിന് ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി എല്ലാം ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇതിങ്ങനെ ചെയ്യാൻ നല്ല സുഖമാട്ടോ, കാരണം എല്ലൊന്നും ഇല്ലല്ലോ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ മാറ്റി വെക്കണേ. അപ്പോൾ മസാലയൊക്കെ ഒന്നുകൂടി പിടിക്കും, മാത്രമല്ല ചിക്കൻ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. 2 മണിക്കൂറിന് ശേഷം ഞാൻ ചിക്കൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർക്കണേ. കോഴിമുട്ട അധികം വലിപ്പമില്ലാത്ത ഒരു മീഡിയം സൈസുള്ള കോഴിമുട്ടയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ചേർക്കേണ്ടത് കോൺഫ്ലോറാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല തിളച്ച എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഒന്ന് നന്നായിട്ട് മൂത്ത ശേഷം മാത്രമേ ഇതുപോലെ ഇളക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ ആ മസാലയൊക്കെ എണ്ണയിലേക്ക് ഇളകിപ്പോരും. ഇപ്പം നിങ്ങൾക്ക് കാണാം, എണ്ണ നല്ല തെളിഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഓരോ ബാച്ചായിട്ട് ചിക്കൻ പൊരിച്ചെടുക്കാം. അവസാനമായിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് അരിഞ്ഞതും പിന്നെ കുറച്ച് മുഴുവൻ വെളുത്തുള്ളി, അതായത് തൊലി കളയാത്ത വെളുത്തുള്ളി ചതച്ചതും കൂടിയിട്ട് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി മൂപ്പിക്കുക. ഇതധികം വേവണ്ട, അതായത് വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് അങ്ങനെയൊന്നും ആവണ്ട, ഒന്ന് ജസ്റ്റ് മൂത്താൽ മതി. അതുകൊണ്ട് വാങ്ങി വെക്കുന്നതിന് കുറച്ച് മുന്നേ ഇത് ചേർത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഇവിടെ സെറ്റായിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ എല്ലൊന്നും ഇല്ലാത്ത കാരണം പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല മുരുമുരാന്നിരിക്കും. ഇത് നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ പൊരിക്കാനായിട്ട് നോക്കൂ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നന്നായിരിക്കും. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പെരുന്നാളൊക്കെ വരികയല്ലേ, അപ്പോൾ ചിക്കൻ പൊരിക്കുന്ന ആൾക്കാർ എന്തായാലും ഈ വിധത്തിലൊന്ന് പൊരിച്ച് വെക്കൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത ബീഫ് സുക്കൂട്ടിയുടെ റെസിപ്പി എല്ലാവരും 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടി. താങ്ക് യു സോ മച്ച്. ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. കൂടെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ എന്നാൽ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണുകയല്ലേ നമുക്ക്. പൊട്ടിക്കുമ്പോൾ തന്നെ എന്തൊരു സോഫ്റ്റാണെന്നറിയോ. അതുപോലെ നല്ല ചൂടുള്ളതുകൊണ്ട് എനിക്കിങ്ങനെ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ സാരില്ല, നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. ഉൾഭാഗമൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ചിക്കൻ ഫ്രൈയുടെ കൂടെ ഇന്നൊരു സിമ്പിളായിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണിയാണ് കഴിക്കുന്നത്. അപ്പം നമുക്കൊന്ന് കഴിക്കാം. ആദ്യം
ചിക്കൻ്റെ ഒരു പീസ് എടുത്തു, പിന്നെ സവാളയുടെ ഒരു പീസ് എടുത്തു, പിന്നെ മുളക് വറുത്തതൊരു പീസ് വെച്ചു, പിന്നെ വെളുത്തുള്ളി വറുത്തതിൻ്റെ ഒരു പീസ് കൂടി വെച്ച് കുറച്ച് ചോറ് കൂടി എടുത്തിട്ടങ്ങ് കഴിക്കണം. അടിപൊളി രുചിയാണ് കേട്ടോ. എല്ലാവരും ഈ വിധത്തിൽ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്യണേ. വെളുത്തുള്ളിയും മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എക്സ്ട്രാ ചേർക്കാം കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഈ ചിക്കൻ ഫ്രൈ റെസിപ്പി, പെരുന്നാൾ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ശരി എന്നാൽ.